ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അതിനായി മാമ്പഴം തൊലി കളഞ്ഞെടുക്കുക. 5 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മാമ്പഴം ഒരു കുക്കറിലിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പില എന്നിവയിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുക. മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായി 1/2 കപ്പ് ചെറിയ നാളികേരം, 3 വെളുത്തുള്ളി, 3 ചുമന്നുള്ളി, 1 നുള്ള് ജീരകം, മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. മാമ്പഴപ്പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കി. ഇനി നമുക്ക് കറി കാച്ചാൻ നോക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 3 വറ്റൽമുളകും കൂടി പൊട്ടിച്ച് 3-4 ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കുക. കറിവേപ്പില ഇടാൻ മറക്കരുതേ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇന്ന് മാങ്ങ വെന്തോന്ന് നോക്കാം. കുക്കർ 2 വിസിൽ കഴിഞ്ഞ് ഞാൻ കുക്കർ തുറന്ന് നോക്കി. മാങ്ങ വെന്തിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ അരപ്പ് ഇതിൽ ചേർക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇത് അടുപ്പത്ത് തന്നെ വയ്ക്കുക. കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർക്കാം. അവസാനമായി ഈ ഉള്ളി മൂപ്പിച്ചതും കറിയിൽ ചേർത്ത് നമുക്ക് കറി സെറ്റാക്കാം. മാമ്പഴത്തിന് മധുരം കുറവാണെങ്കിൽ ആവശ്യത്തിന് മധുരം ചേർത്ത് കറി നമുക്ക് റെഡിയാക്കാവുന്നതാണ്. ഇതാണ് ഫൈനലായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി. ഞാൻ പാചകം ചെയ്താൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ചെയ്യുന്ന കുക്കിംഗ് ഒക്കെ ഫ്ലോപ്പ് ആയാലും കുക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ രുചിയുള്ള വിഭവങ്ങൾ അവർക്കും തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാ, വീഡിയോ ലൈക്ക് ചെയ്യില്ലേ, ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.